എല്ലാവർക്കും നമസ്കാരം. പുതുതലമുറയും മതവിശ്വാസവും എന്നാണ് ഈ സെഷൻ്റെ ടൈറ്റിൽ. പുതുതലമുറ എന്നൊരു തലമുറ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഈ തലമുറ തിരിക്കുന്ന ഒരു പരിപാടി തന്നെ ഒരു പഴയ സ്കൂളാണ്, പഴയ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ രീതിയാണ്. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ ദിവസവും പുതിയ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് എവിടെ വെച്ചാണ് നമ്മളൊരു തലമുറനെ തിരിക്കണത്? പക്ഷേ ജനറലി നമുക്കൊരു ചർച്ച നടത്തുമ്പോൾ ആ രീതിയിൽ തിരിക്കേണ്ടി വരും. അതൊരു ചിലപ്പോൾ ഒരു അനിവാര്യതയായിരിക്കാം. ആ ഒരു ബൗണ്ടറി മാക്സിമം പൊളിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്നത്തെ സെഷനിലേക്ക് വേണ്ടി. നമുക്കറിയാം, മനുഷ്യ പരിണാമ ചരിത്രഘട്ടത്തിലൊരു നിർണായക സന്ദർഭമാണ് മതങ്ങൾ രൂപപ്പെടുന്നത്. കഥകളിൽ വിശ്വസിക്കാനും കഥകൾ ഉണ്ടാക്കാനും കഥകൾ പ്രചരിപ്പിക്കാനുള്ള ഒരു കഴിവാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് സാമൂഹിക ചരിത്രകാരന്മാരും പരിണാമശാസ്ത്രജ്ഞരും വിലയിരുത്തിയേക്കുന്നത്. അതായത് മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് കഥകളെ ഉണ്ടാക്കുന്നതിനും കഥകളെ പ്രചരിപ്പിക്കുന്നതിനും ഈ കഥകളെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിനുള്ള കഴിവാണ്. ഇത് മനുഷ്യൻ്റെ ഒരു സവിശേഷമായ കഴിവാണ്. ഈ കഴിവാണ് നമുക്കറിയാം മതവിശ്വാസത്തിൻ്റെ അടിത്തറ. മനുഷ്യൻ്റെ ആദ്യകാലത്തെ പേടികളെ, ആശങ്കകളെ, അസന്നിഗ്ധതകളെ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് വിശ്വാസങ്ങൾ ആദ്യകാലത്ത് രൂപപ്പെട്ട് വരുന്നത്, ഗോത്രകാലം മുതലേ തന്നെ. ഇതിൻ്റെ ഒരു വ്യവസ്ഥാപനവൽക്കരിക്കലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനാണ് മതം എന്ന് പറയുന്നത്. ഈ വിശ്വാസങ്ങളെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ സമാഹരിച്ച് അത് ഒരു വ്യവസ്ഥയായിട്ട് രൂപപ്പെടുത്തുന്ന ഒന്നാണ് മതം. വിശ്വാസങ്ങളെ ശ്രേണീകരിക്കുകയും അത് ഒരു ദേശരാഷ്ട്രത്തിൻ്റെ, ഒരു നേഷൻ്റെ രൂപീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് മതത്തിൻ്റെ തുടക്കം. ആ രീതിയിൽ എല്ലാ രാജാക്കന്മാരും എല്ലാ രാഷ്ട്ര നേതാക്കളും മതത്തെ മനുഷ്യൻ്റെ ആ ചരിത്രഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മതമാണ് അവരെ ഒരുമിച്ച് നിർത്താനായിട്ട് രാജാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കന്മാർ, ഗോത്ര തലവന്മാർ ഉപയോഗിച്ചിട്ടുള്ള ടൂള്, പ്രധാനപ്പെട്ട ഒരു ടൂള്. അവിടെ തൊട്ട് നമുക്കറിയാം ഈ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണ ചരിത്ര ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് മതം മനുഷ്യൻ്റെ ഏറ്റവും സ്വാധീനം ചെലുത്തിയിരിക്കുന്ന, മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒന്നായിട്ട് മതം നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലം വരെ. ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളിൽ ഈ മതത്തിൻ്റെ സ്വാധീനവും മതത്തെ പറ്റിയുള്ള ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ നിലപാടുകളുമാണ് ഈ ചർച്ചയിൽ പ്രധാനവുമായിട്ട് നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ചർച്ചയിലിരിക്കുന്നവരെ ആദ്യമായിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ആയുഷി, മനീഷ, ആരോമൽ, മിഡാഷ. എൻ്റെ പേര് നവീൻ. എല്ലാവരും വിദ്യാർത്ഥികളാണ്. പറയാം, ഓരോരുത്തരും പരിചയപ്പെടട്ടെ. പറയാം. ജനറലി ഞാൻ പേരൊന്ന് പറഞ്ഞാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തോടെ അവരുടെ പരിചയപ്പെടുത്തലും കൂടെ ഒരുമിച്ച് തുടങ്ങാം. നമസ്കാരം. നമുക്കറിയാം, മതം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ളൊരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ആശയ സംഹിതയാണ്. ഇതിനെ ഈ കാലഘട്ടത്തിലെ നിങ്ങളുടെ തലമുറ, 20കളിലോ ഒക്കെയുള്ള കൗമാരം പിന്നിട്ട യൗവനം തുടങ്ങുന്ന തലമുറ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു പരിചയപ്പെടുത്തലോടുകൂടെ തുടങ്ങാം. എൻ്റെ പേര് ആയുഷി, ഞാനൊരു +1 വിദ്യാർത്ഥിനിയാണ്. മതം ഉത്ഭവിക്കുന്നത് ഭയത്തിൽ നിന്നാണ്. കാരണം എല്ലാത്തിൻ്റെയും ഒരു ബ്ലെയിം മറ്റൊരാൾക്ക് നൽകി ഭയം കൊണ്ടാണ് മതത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തലമുറ കൂടുതൽ സോഷ്യൽ മീഡിയയും കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങളെയും കണ്ടിട്ടും മതത്തിനോട് കുറച്ചും കൂടി മതം വിശ്വസിക്കാൻ ടെൻഡ് ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വിശ്വസിക്കുന്നതിൽ നമുക്ക് ആപത്തൊന്നുമില്ല, എന്നാൽ വിശ്വസിച്ച് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ എന്നുള്ള നിലപാടിലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ സഹപാഠികളാണെങ്കിൽ കൂടെയും സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, ഉത്തരവാദിത്തമില്ല. പക്ഷെ ചെയ്യേണ്ട കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വിഷമാവണ്ട,
ഒരു ബുദ്ധിമുട്ടും വരണ്ട എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ വിശ്വസിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പേര് മനീഷ. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. ഞാൻ അഡ്വക്കേറ്റാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എൻറോളായി പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ചോദ്യത്തോട് കൂട്ടിച്ചേർക്കാനാണെങ്കിൽ, യുവതലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ഇപ്പോൾ മതത്തെ കാണുന്നത് അല്ലെങ്കിൽ അവർ അംഗീകരിച്ച് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് ചെയ്തിരുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതായത് എങ്ങനെയാണോ നമ്മുടെ മുൻ തലമുറക്കാർ നമുക്ക് ഒരു കാര്യം പറഞ്ഞു തന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഓരോ കാര്യങ്ങൾ കൂടെ കൊണ്ടുപോയി ചെയ്യിച്ച്, അല്ലെങ്കിൽ ഒരു പൂജയിൽ പങ്കെടുപ്പിച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച്, ഇത്തരം കാര്യങ്ങൾ കണ്ടാണ് അവർ വളരുന്നത്. അവരെ ചോദ്യം ചെയ്യുക എന്നത് പഠിപ്പിക്കുന്നില്ല. അതായത് ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ എവിടെയും ഏതൊരു ആരാധനാലയത്തിൽ പോയാലും അവിടെ ചെന്നത് പ്രാർത്ഥനാ സമയത്ത് അവർക്ക് തോന്നുന്നൊരു ചോദ്യത്തെ ചോദിച്ചാൽ, നീ ധിക്കാരം കാണിക്കരുത്, അത് നിനക്ക് ദൈവം ദോഷം കൊണ്ട് തരും എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തിയിട്ടാണ് ആ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിലൂടെ വളരുന്ന കുട്ടി തീർച്ചയായും ആ ഒരു ഭയം ഏത് കാലത്ത് ചെല്ലുമ്പോഴും അവൻ്റെ തലയിലുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ 16 വയസ്സ് കഴിഞ്ഞതിന് മാത്രം മതം പഠിപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പോഴും സ്കൂളുകളിൽ പോലും എന്താ ചെയ്യുന്നത്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ ഏത് സ്റ്റേറ്റ് സ്കൂളാവട്ടെ അല്ലാത്ത ഒരു സ്കൂളാവട്ടെ, എയ്ഡഡോ അൺഎയ്ഡഡോ എവിടെയായാലും അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ കുട്ടികൾ നിർബന്ധമായും എഴുന്നേറ്റ് നിൽക്കണമെന്നും കൈകൂപ്പണമെന്നും പറഞ്ഞ് നിഷ്കർഷിക്കുന്ന പല സ്കൂളുകളും ഉണ്ട്. ഇനി ടീച്ചേഴ്സ് ആവട്ടെ, ഒരു അധ്യാപകനും പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് വരുമ്പോൾ ശരിക്കും ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യം ഒരിക്കലും ഒരു അധ്യാപകനും ചോദിക്കാൻ ധൈര്യപ്പെടാറില്ല. ആ ഒരു ചോദ്യം വന്നാൽ മതി, ആ കുട്ടി ചിന്തിച്ചു തുടങ്ങും. പക്ഷെ അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരില്ല. വളരെ ചുരുക്കം ചില അധ്യാപകർ മാത്രമാണ് അതിന് ധൈര്യപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് അതുപോലെയുള്ള ആശയങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കാനും അവരെ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പോകുന്നതിൽ നിന്ന് തടയാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കും സെയിം അവസ്ഥ തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം അവർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിൽ നിന്ന് കാണുന്നില്ല. കാര്യം അവരെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും അവിടെയുണ്ട്. ഒരു വിശ്വാസ സമൂഹത്തെ ലേക്ക് അവരെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും അവിടെയുണ്ട്. അതിൽ നിന്ന് അവിടെ ചെന്ന് അത് കണ്ട് ചോദ്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കുക, അതിന് പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നത്. കൂട്ടിച്ചേർക്കാനായിട്ട് സോഷ്യൽ മീഡിയ സ്വാധീനം, അല്ലെങ്കിൽ ഈ ചടങ്ങുകളെ പുതിയ തലമുറ കാണുന്ന രീതി, ഇതൊക്കെ എന്തെങ്കിലും വ്യത്യാസം ആരോമലിന് തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യം ആരോമലിൻ്റെ വ്യക്തിപരമായുള്ള അനുഭവം മാത്രമല്ല, ആരോമലിൻ്റെ സഹപ്രവർത്തകർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ ഒരു നിലപാടുകളും മതവിശ്വാസത്തെ പറ്റിയുള്ള നിരീക്ഷണങ്ങളും ഏത് രീതിയിലാണ്? എനിക്ക് മനസ്സിലായിടത്തോളം, എൻ്റെ പേര് ആരോമൽ. ഞാൻ മെയിനായിട്ട് ചുമ്മാടക്കാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട്. പിന്നെ പല പല പരിപാടികൾ അതിൻ്റെ ഇടയ്ക്കായിട്ടുണ്ട്. ഓക്കെ, മതം ഇന്നൊരു അനിവാര്യമായിട്ട് ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമായിട്ട് പലരും കണക്കാക്കണില്ല. എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരാണെങ്കിലും ഭയങ്കര ലിബറലായിട്ട് തന്നെയാണ് സമൂഹത്തിൽ പെരുമാറണത്. പിന്നെ അന്ധവിശ്വാസങ്ങളും വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് മറ്റുള്ളവരെ ഞാൻ കണ്ടേക്കണത്, എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നിയേക്കണത്, ഈ വിഭാഗീയതകൾ നമ്മുടെ ഇടയ്ക്ക് തന്നെ വരുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റി മറ്റു കമ്മ്യൂണിറ്റിയെ അടിച്ചമർത്താൻ പോകുന്നു. ഇപ്പോൾ ഞാനത് കൂടുതലും മറ്റേ ഗാസ യുദ്ധമൊക്കെ വന്നപ്പോൾ, ഗാസയിൽ ആക്രമണം നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു അന്താരാഷ്ട്ര കാര്യങ്ങളും ചർച്ച ചെയ്യാത്തതോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനെ പറ്റി പറയാത്തതോ ആയിട്ടുള്ള ഒരുപാട് പേര് അതിനെപ്പറ്റി. ഇപ്പം ഞാൻ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ലും +1 +2ലൊക്കെയാണ് പഠിപ്പിക്കണം. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബോധമില്ലാത്ത കുട്ടികൾ വരെ ഗാസയെ അനുകൂലിച്ചിട്ട് സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് ആലോചിച്ചത്, ഇങ്ങനെ സംഭവിക്കാൻ കാര്യം, ഇവന്മാർ ഇതിനെപ്പറ്റി ചോദിച്ചൊരു മണ്ണം കെട്ടിറങ്ങിവിടാം. പക്ഷേ അപ്പോൾ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു സോഷ്യൽ പ്രഷറിലാണ് അവരും ജീവിക്കണത്. കുട്ടികളാണ്, ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ജീവിക്കണത്. അപ്പം അത് ഭയങ്കരമായിട്ട് നമ്മളുടെ തീരുമാനങ്ങളെയും ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് ആ രീതിയിൽ മതം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയിപ്പോയി. കുട്ടികളെന്താണ് ഇങ്ങനെ ചിന്തിക്കണത്? എന്നാൽ അത് കഴിഞ്ഞിട്ട് വന്ന യമനിൽ നടന്ന പ്രശ്നങ്ങൾ, യമനല്ലേ, അത് കണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ സ്ഥലത്ത് വന്നു. സുഡാനിൽ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. ആ സമയത്തൊന്നും എല്ലാവരും മൗനം പാലിക്കണം. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അലട്ടി ആ സമയത്ത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊരു പ്രോഗ്രാംഡായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ കുട്ടികളിലോട്ട് എന്ത് ചെല്ലുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും ആൾക്കാർ കേടല്ല. ടീച്ചേഴ്സ്, ഇപ്പോൾ ഒരു ട്യൂഷൻ സെൻറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് ഒരിക്കലും ഒരു യുദ്ധത്തിനെ പറ്റി സംസാരിക്കാനായിട്ടുള്ള സ്പേസ് അവിടെ ഇല്ല. അതേസമയം ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള സ്പേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കണത് അവരുടെ വിദ്യാലയങ്ങളിലൂടെയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെയോ അല്ല. പകരം അവരെ മെൻറ്റർ ചെയ്ത് കൊണ്ടുപോകുന്നത് മതസ്ഥാപനങ്ങൾ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷയം അവരുടെ ചിന്താശേഷിയിൽ അതിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് വളരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം അതെനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഈ ഗാസ പോലെയുള്ള മനുഷ്യാവകാശ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് മതം ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? പക്ഷെ അത് ഭയങ്കര പാർഷ്യലാണ്. ബാക്കി യുദ്ധം നടക്കുന്ന ഗാസയിൽ മാത്രമല്ലല്ലോ. പക്ഷേ അതിലെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഇപ്പം മതം കാരണമാവുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. പക്ഷെ അത് മതത്തിൻ്റെ വീക്ഷണകോടിയിൽ അങ്ങനെ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ശരിക്കും. കാരണം കുട്ടികൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് കുട്ടികളോട് നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷെ അവരോട് നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ ഒരു വാതിൽ തുറക്കാൻ ആ രീതിയിൽ മതം സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിലോട്ട് ഒരു എക്സ്പോഷർ കിട്ടാൻ മതം സഹായിക്കുന്നുണ്ട്? ഉണ്ട്. മതം അങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പെട്രോളിന് വില കൂടുന്നു, ആരാണ് വില കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നോട്ട് ആ ഒരു സിസ്റ്റം ഒരുക്കും. നമുക്ക് മതം ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ നമ്മുടെയും വെൽഫെയറും നമ്മുടെ സേഫ്റ്റി ആ കമ്മ്യൂണിറ്റിയുടെ സേഫ്റ്റി ആയിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചിന്ത വരും. നമ്മൾ ത്രട്ടൺ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനും പഠിക്കാനും മനുഷ്യൻ സ്വാഭാവികമായിട്ടും ശ്രമിക്കും. മനുഷ്യൻ എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിലോട്ട് വളരേണ്ടതുണ്ട് പക്ഷേ, അല്ലേ? ഓഫ് കോഴ്സ്. തീർച്ചയായിട്ടും. വിടാശ, ഈ ആചാരങ്ങളെ എങ്ങനെയാണ് പുതിയ തലമുറ കാണുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം ത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട്. എൻ്റെ പേര് മിഡാഷ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ MA ഇംഗ്ലീഷായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ PSC ക്ലാസ്സിന് പോവാണ്. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു മതം കുറേ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനായിട്ടും അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് ചിന്തിക്കാനൊക്കെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന്. പക്ഷെ പ്രേരിപ്പിക്കുന്നു എന്നല്ല, അവർ ഏത് പെർസ്പെക്റ്റീവിൽ കാണാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം. അതിപ്പോൾ മതസ്ഥാപനം മാത്രമല്ല, പല സ്ഥാപനങ്ങളും നമ്മളെ പല വിഷയങ്ങളും ഇതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായാലും നമ്മളീ കുറേ വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഏത് ആംഗിളിൽ കാണുന്നു, ആ കുട്ടികൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു, അത്തരം കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആചാരങ്ങളുടെ കാര്യം ചോദിച്ചു. ആചാരങ്ങൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ പോകാൻ കുട്ടികൾക്ക് മടിക്കുന്നുണ്ട്. അതായത് എന്തിനിത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ പുറമേ വളരെ ലിബറലും ഉള്ളിൽ യാഥാസ്ഥികപരമായി ജീവിക്കുന്ന ഒരു ജനവിഭാഗം തന്നെ നമുക്ക് ചുറ്റുമുള്ളത്. കാരണം ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം വരുമ്പോഴത്തേന് പിരീഡ്സ് എന്നൊരു വിഷയം വരികയാണെന്ന് വിചാരിക്കുക. ഇപ്പോഴും വീട്ടിൽ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു മറ്റേ എക്സ്ട്രാ ഒരു തീണ്ടാരിപ്പുര എന്ന് പറയുന്നൊരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ലെന്നേ ഉള്ളൂ. സ്വന്തം മുറി കിടക്കാം, പക്ഷേ ഇപ്പോഴും സ്വന്തം അലമാരിയിൽ തൊടാനോ വീട്ടിലെ കർട്ടനിൽ തൊടാനോ അടുക്കളയിൽ കയറാനോ മടിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഇന്നും ഉണ്ട്. ഇത് തന്നെ ഇവരെ ശീലിപ്പിക്കുന്ന ഒരു വിഭാഗം ഇന്നും നിലനിൽക്കുന്നുണ്ട്.
എല്ലാ ആചാരങ്ങളെയും ഇവരെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇതിനെ എതിർക്കണം. ചോദ്യം ചെയ്യേണ്ടത് എൻ്റെ ഒരു അവകാശത്തെ, എൻ്റെ സ്വന്തം മുറിയിൽ എൻ്റെ കട്ടിലിൽ കിടക്കുന്നതിന്, അല്ലെങ്കിൽ എൻ്റെ അലമാരിലിരിക്കുന്ന എൻ്റെ ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നതിന് എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തിരിച്ച് ചോദിക്കാനായിട്ട് ഇവരാരും തയ്യാറാവുന്നില്ല. അമ്മ പറയുന്നു, അമ്മൂമ്മ പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു വഴക്കുണ്ടാകുന്നു, ഇല്ല വിളക്ക് വെച്ചിരിക്കുന്നിടത്ത് പോകാൻ പാടില്ല, അതെന്തോ നമുക്ക് ദോഷം ചെയ്യുന്നു. ഇത്തരം ചിന്തകൾ ഇഞ്ചക്ട് ചെയ്ത് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവർ മടിക്കുന്നു. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ആചാരങ്ങളിൽ ഇവർ പുറകോട്ട് മാറുന്നൊന്നുമില്ല. പിന്നെ ഉത്സവങ്ങളോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേന് അവരാരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല അത്തരം സ്ഥലങ്ങളിൽ പോകുന്നത്. എല്ലാവരും ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. ആഘോഷങ്ങളെന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് മതത്തെ പിടിച്ചു നിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്ത് തരം വിശേഷങ്ങൾ, അല്ലെങ്കിൽ പണ്ടൊക്കെ വളരെ പണ്ട് പറഞ്ഞ പോലെ പീരീഡ്സ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ ആചാരങ്ങളുണ്ട്. പക്ഷെ ഇന്നും ഇപ്പം കുറേ കാലം ഞാനതൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും കേട്ടു തുടങ്ങുന്നുണ്ട്. പീരീഡ്സ് ആയി, ഇല്ലെങ്കിൽ 7 ദിവസം 7ാമത്തെ കുളി, അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ മറ്റിപ്പോൾ ഉത്സവങ്ങളോ അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേന് ഞാൻ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് കൃഷ്ണൻ ഡിസ്കോ കളിച്ച് വരുന്നു, മറ്റേ സാന്താക്ലോസ് ഈ പറഞ്ഞ DJ പാടിക്കൊണ്ട് വരുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേന് ഇവർക്ക് കുറച്ചുകൂടെ ആകർഷണമാണ് ഇത്തരം മതങ്ങളിലേക്ക് പോകുമ്പോഴത്തേന്. കാരണം അവർ അതല്ലാത്ത സ്ഥാപനങ്ങളിലേക്കോ, ഇപ്പോൾ യുക്തിവാദി സംഘടനകൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഫാൻറ്റസി ഒന്നുമല്ല. അവർക്ക് കിട്ടുന്നത് കുറേ നേരായ കാര്യങ്ങൾ, കുറേ സത്യങ്ങൾ, ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കുറേ ബോധങ്ങൾ, അവബോധങ്ങൾ. ഇങ്ങനെ കിട്ടുമ്പോഴത്തേന് കുറേ കൂടെ ഇവർക്ക് എളുപ്പം സ്വീകരിക്കാനും മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും ഈ ഇത്തരം ആഘോഷങ്ങൾക്ക് പുറകെ പോകാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറഞ്ഞ ഭജൻസും, ഇപ്പോൾ നന്ദഗോപൻ ഭജൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇവരാരും അമ്പലത്തിൽ പോകുന്നത് അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കില്ല, ഈ ഭജൻ കൂടാൻ വേണ്ടി തന്നെയാണ്. കുറേ പേര് കൂട്ടം കൂടി ഒന്ന് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേന് ആചാരങ്ങളെ എതിർക്കാൻ തയ്യാറാവുന്നൊന്നുമില്ല. ഓക്കെ. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം നമ്മൾ കാണുമ്പോൾ ആചാരങ്ങളുടെ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതായത് തെരണ്ട് കല്യാണം പോലെ, ഇപ്പോൾ പറഞ്ഞ പോലെ വളകാപ്പ് പോലെ, അങ്ങനെ റീലെടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നിർബന്ധപൂർവം ചെയ്യേണ്ടി വരുന്ന, അതേപോലെ നമുക്ക് പരിചയമില്ലാത്ത നോർത്ത് ഇന്ത്യൻ വിവാഹ രീതി എല്ലാം പുതിയ ആചാരങ്ങളായിട്ട് നമ്മളുടെ സമൂഹത്തിലോട്ട് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഈ കുറച്ച് മുമ്പ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു വിവാഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇവൻ മരണം ചടങ്ങുകൾ പോലും, ഏതൊരു കാര്യത്തിൽ പോലും എങ്ങനെയാണ് പുതിയൊരു ആചാരം ഉൾപ്പെടുത്തുക, അതും അവർക്ക് ഈസിയായി. UK മകൻ അച്ഛൻ്റെ മരണം നടക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഇത് കാണുക, അവിടെ വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള പൈസ മുടക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ അവിടെ വന്ന് ശരിക്കും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണോ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനാണോ എന്നുള്ളതല്ല. ഇത് ശരിയായ കാരണം മനസ്സിലാക്കിയല്ല പലരും പലതും ചെയ്യുന്നത്. ഈ പറഞ്ഞ വളകാപ്പ് സത്യത്തിൽ അത് തമിഴ്നാട്ടിൽ നടന്നിരുന്ന ഒരു ആഘോഷമാണ്. ഇന്ന് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം റീലോ യൂട്യൂബിലോ എവിടെ വേണേൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ അതായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അവരുടെ ലൈഫിലെ കാര്യങ്ങളാണ് കാണിച്ചു കൊടുക്കുക. അവരൊരു ദിവസം എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ കുടിച്ചു, ഇനി അവർ വിവാഹം നടന്ന അതെങ്ങനെയാണ്, പ്രഗ്നൻസി റിവീല്, പിന്നെ ഈ പറഞ്ഞ 7ാം മാസത്തിലുള്ള വളകാപ്പ്, ഇതൊക്കെ ഭയങ്കര ആഘോഷമാക്കി കാണുന്നതാണ്. ഇത് മറ്റുള്ളവരെ പൂർണ്ണമായും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കണ്ട് അതുപോലെ ചെയ്യാൻ ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് ആകർഷിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. കാരണം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സോഷ്യൽ മീഡിയയുടെ ഭയങ്കര എക്സ്പോഷറുള്ളതാണ്. അതിൻ്റെ അകത്തെ ശരി തെറ്റുകളെ അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഗൂഗിളിലോ എവിടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പിന്നീട് വരുള്ളൂ. അത്തരം കാര്യങ്ങളാവുമ്പോൾ സ്വാഭാവികമായും ഇവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുവാണെങ്കിൽ അവരെ ഉടനെ മാറ്റി നിർത്തി, നീ അതിൻ്റെ അകത്ത് ഉൾപ്പെടണ്ട, നിനക്കതിൻ്റെ അകത്ത് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്കത് സന്തോഷം തരുന്നുണ്ട്, ഞങ്ങളത് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ വിവാഹത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 7ഓളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്.
അത് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആഘോഷങ്ങളും ആചാരങ്ങളും, അതായത് ആഘോഷിക്കുന്നത് തെറ്റാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അനാവശ്യമായി ആചാരങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ശബരിമലയിൽ സ്വർണ്ണപ്പടി ആവുന്നതിന് മുമ്പുണ്ടായിരുന്ന ആചാരങ്ങളല്ല ഇന്ന് സ്വർണ്ണപ്പടിയായി. അന്ന് തേങ്ങ ഉടച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആ പടിയിൽ തേങ്ങ ഉടക്കില്ല. അന്നുണ്ടായിരുന്ന ആചാരങ്ങളിൽ നിന്ന് മാറി വെറും 5-6 മാസമുള്ളൊരു കുഞ്ഞിനെ ആ 18 പടി ചവിട്ടി കയറുന്നത് ഭയങ്കര ആഘോഷമാക്കാൻ ഇന്നത്തെ സമൂഹം തയ്യാറാണെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവിടെ ഒരാളും വരുന്നില്ല. കാരണം അത് ആ കുഞ്ഞിൻ്റെ സത്യത്തിൽ അത് അറിഞ്ഞിട്ടാണോ അത് പോകുന്നത്? എത്രത്തോളം ആ കുഞ്ഞിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരു 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞിനെ ഈ പറഞ്ഞ ശബരിമല എന്ന് പറഞ്ഞ ഒരു ചിന്ത കൊണ്ടുവന്ന് അതിനുള്ളിൽ കൊണ്ടുപോയി ചവിട്ടി കയറ്റുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അത്രയും തിരക്കിനിടയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവർ മനസ്സിലാക്കിയല്ല ഇത് ഉൾക്കൊള്ളുന്നത്. അവർ കാര്യം ഇത് ഒരു കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ കൊണ്ടത് ചെയ്യിച്ചു തുടങ്ങും. ഈ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെയാണ് ഈ ആഘോഷങ്ങളും. ഉത്സവങ്ങളിൽ പോകുന്നതായിക്കോട്ടെ, എന്ത് കാര്യത്തിനായാലും എന്തിനാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. എനിക്കും ആക്ച്വലി മനീഷയുടെ ഇതിൽ എനിക്കും അതേ നിലപാടാണ്. പക്ഷേ ഈ ട്രെൻഡിങ് ആവാന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു ആഗ്രഹം. ട്രെൻഡിങ് ആവല് കൊണ്ടാണ് ചടങ്ങുകൾ നടത്തുന്നത്, അല്ലാതെ അതിനകത്ത് വിശ്വാസം ഉണ്ടായിട്ടേ അല്ല. ക്ലിയർ ആണ്. എല്ലാവരെയും പോലെ ആവണം, എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്ത് നടക്കണം, എന്നാ ട്രെൻഡിങ് ആവും. പിന്നെ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ഒരു യുക്തിവാദി ഉണ്ടായി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷം വളരെ വലുതാണ്. പ്രത്യേകിച്ച് മരണം പോലെ ഒരു ചടങ്ങ് ഉണ്ടാകുമ്പോൾ. ആരോമൽ അത്തരത്തിലൊരു സന്ദർഭത്തെ നേരിട്ട് വന്നൊരു മനുഷ്യനാണ്. ആരോമൽ എന്താണ് പറയാനുള്ളത്? ഈ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു പ്രഷർ, ആചാരാനുഷ്ഠിക്കുന്നതിന് വേണ്ടി കുടുംബത്തിൽ നിന്നുള്ളൊരു പ്രഷറിനെ പറ്റി. അത് ഏറ്റവും കൂടുതൽ ബാധിക്കണത് കുട്ടികളായിരിക്കും. പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി യാതൊരു ബാക്കപ്പ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് കുടുംബത്തിൻ്റെ ചിലവിനാണ് നമ്മൾ ജീവിക്കണം എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞ് ചെയ്യേണ്ടി വരും. അത് ഒരു ഭയങ്കരമായിട്ടൊരു എന്താണ്, ഒട്ടും ആരും ആഗ്രഹിക്കാത്തവരായിരുന്നു. നമ്മുടെ മേലുള്ളൊരു കാര്യം ഇഷ്ടമില്ലാതെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കാർക്കും, മനുഷ്യർക്ക് പൊതുവെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു കുട്ടി എന്ന രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. രക്ഷകർത്താക്കളും സംരക്ഷിക്കേണ്ട സമൂഹവും തന്നെ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം അതിനെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് കൺവിൻസ് ആവാത്തൊരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ അതെന്തിനെന്ന് പോലും ചോദിക്കാൻ പറ്റേണ്ടത് ചെയ്യേണ്ടി വന്നത് അത് ഈ സമൂഹത്തിൽ ജീവിക്കണ കുട്ടികളുടെ ഒരു ഗതികേടാണ് ശരിക്കും. ഓക്കെ, അടുത്തൊരു ചോദ്യം ആരോമൽ തന്നെ ആദ്യം തുടങ്ങാം. ശാസ്ത്ര വിദ്യാഭ്യാസം മതവിശ്വാസത്തെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്? ശാസ്ത്രം പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നു. ഇപ്പം മഴവില്ലുണ്ടാവണത്, ഒരു മഴവില്ല് കാണുന്ന കുട്ടിക്ക് ഭയങ്കര സന്തോഷം വരും. അവനതെങ്ങനെ ഉണ്ടാവുന്നെന്ന് ചിന്തിക്കുമ്പോൾ അത് ദൈവം ഉണ്ടാക്കുന്നതാ അല്ലെങ്കിൽ ദൈവം മൂത്രമൊഴിച്ചിട്ട് ഇങ്ങനെ പോലെ വരുന്നതാ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പലപ്പോഴും. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ല. പക്ഷേ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷനും ഒരു ഡിസ്പേഷനും സംഭവിക്കണമുണ്ട്. അതവിടെ ഉണ്ടാവുന്നു. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ നടക്കണ A to Z കാര്യങ്ങൾ ലൈൻ ബൈ ലൈൻ മനസ്സിലാവും അവിടെ എന്താ സാധനമെന്ന്. പിന്നീട് നമുക്ക് കാണുന്ന ഓരോ കാര്യങ്ങളോടും ഒരു ക്യൂരിയോസിറ്റിയും ഒരു എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നറിയാനായിട്ടുള്ളൊരിതും വരും. അപ്പോൾ പിന്നീട് മുത്തശ്ശിമാരും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ചോദ്യങ്ങളും അതിൻ്റെ അവർ തരുന്ന ഉത്തരങ്ങളും മതിയാവാതെ വരുമ്പോൾ സ്വയം അന്വേഷിച്ചു തുടങ്ങും. എന്നൊരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ ആക്കിയത് അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന 1-2 അധ്യാപകർ എനിക്കുണ്ടായി ഞാൻ 8ലും 9ലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അവർ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്യണ സമയത്ത് വന്ന ചോദ്യങ്ങളും അതിലൂടെയുള്ള ഉത്തരങ്ങളും തേടിപ്പോയതുകൊണ്ടാണ് എനിക്ക് ദൈവം എന്ന് പറഞ്ഞ ആശയം വെറും ഒരു കെട്ടുകഥയാണെന്നും മതം നമ്മൾ തന്നെ ഉണ്ടാക്കിയാണെന്നും നമ്മുടെ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടെന്നും സയൻസ് അത് പറഞ്ഞു തരുമെന്നൊക്കെ മനസ്സിലായത്. ഈ ശാസ്ത്ര വിദ്യാഭ്യാസം നേടിയാൽ മതത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇവിടെ ഇരിക്കേണ്ടതല്ലേ? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഭൂരിഭാഗം പേരും മതവിശ്വാസികളായിരുന്നു. ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ
ഭൂരിഭാഗം സമയം കളഞ്ഞത് ആൽക്കമിക്കായിട്ട് വേണ്ടിയാണ്. അതായത് എന്തൊരു സാധനം സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് പുള്ളി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ഈ എക്സ്പെരിമെൻറ്റിനായിട്ടാണ്. നമ്മളിപ്പോൾ പഠിച്ച ഈ റെയിൻബോ കണ്ടുപിടിക്കുന്ന സാധനങ്ങളൊക്കെ ഐസക് ന്യൂട്ടനാണ് കണ്ടുപിടിച്ച. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു സൈറ്റ് ഹസിൽ അല്ലെങ്കിൽ ചെറിയൊരു ഹോബി മാത്രമായിരുന്നു നമ്മളിന്ന് പഠിക്കുന്ന ചലന നിയമങ്ങളും ബാക്കി സാധനങ്ങളൊക്കെ. ഭൂരിഭാഗം സമയം പുള്ളി ഒരു അന്ധവിശ്വാസത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെലവഴിച്ചിരുന്നത്. എന്നാലും ഐസക് ന്യൂട്ടൻ ഒരു വലിയ സയൻറ്റിസ്റ്റാണ്. പുള്ളി ഒരു ഭയങ്കര വിശ്വാസിയാണ്. എനിവേ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് ശാസ്ത്രം മുന്നോട്ട് പോകും. നമുക്ക് ആ കാര്യത്തിൽ അറിവുണ്ടാക്കാൻ പറ്റുമെന്നല്ലാണ്ട് നമ്മുടെ അന്ധവിശ്വാസം അതിൽ നിന്ന് മാറാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ശാസ്ത്രം സയൻറ്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഏതൊരു അറിവും ഉണ്ടാക്കാനായിട്ട് അതിന് വൈശാഖൻ തമ്പി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിഫിക് മെത്തേഡ് ഒരു ടോർച്ച് പോലെയാണ്. നമ്മൾ എന്തിലോട്ട് ആ ടോർച്ച് അടിക്കുന്നോ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ വിശ്വാസത്തിന് നേരെ ഒരിക്കലും ആ ടോർച്ച് നമ്മൾ അടിക്കാറില്ല. അതാണ് അത് ഇപ്പോഴും നിലനിൽക്കാൻ കാര്യം. ഈ പറഞ്ഞതുപോലെ ശാസ്ത്രം പഠിച്ചത് കൊണ്ട് മതത്തിൽ നിന്ന് മാറാൻ പറ്റുമായിരുന്നെങ്കിൽ സ്കൂളിൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ മുഴുവനും നിരീശ്വരവാദികളായേനായിരുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോഴും വിശ്വാസികളായി തുടരുന്നതാണ് ഒരു പക്ഷേ ശാസ്ത്രവും മതവും ഒരുപോലെ ഇന്ന് നിലനിൽക്കാനുള്ള കാരണം അവർ സ്കൂൾ ടെക്സ്റ്റുകളിൽ നോക്കി നമ്മളെ ഫോർമുലാസ് പഠിപ്പിക്കും, ഇതിൻ്റെ പിന്നിലെ പാസ്കൽ നിയമവും അത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരും. പക്ഷേ അവസാനം അവരൊരു വാചകം പറയും, ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ, ഞാൻ എന്തായാലും ഒരു വിശ്വാസിയാണ്, നിങ്ങളും അതിനെ ചോദ്യം ചെയ്യരുത്. ഇതാണ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പൊതുവായൊരു നിലപാട്. അപ്പോൾ ശരിയായ ശാസ്ത്രം പഠിച്ച ഒരു ടീച്ചറായാലും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞയായാലും ഈ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം വരുമ്പോഴത്തേന് അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ഇവർ ഈ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. കാരണം മതം പല കണ്ടുപിടുത്തങ്ങൾക്കും എതിരാണ്. വാക്സിനേഷനെതിരാണ്. രോഗം ഉണ്ടാക്കിയ ദൈവത്തിന് ഒരിക്കലും രോഗം മാറണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മരുന്ന് കണ്ടെത്തണമെന്നുള്ള ചിന്തയൊന്നും കാണില്ലല്ലോ. അപ്പോൾ ദൈവത്തെ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ രോഗത്തിനെതിരെ മനുഷ്യൻ കണ്ടെത്തുന്ന മരുന്ന് ദൈവത്തിന് നിരക്കാത്തതായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ ശാസ്ത്രത്തെ അപ്പോൾ അത്തരം കണ്ടുപിടുത്തങ്ങളെയൊക്കെ ദൈവം എതിർക്കുക തന്നെയാണ്. എന്നിട്ട് ശാസ്ത്രജ്ഞന്മാർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം കെഡാവർ, പണ്ടൊക്കെ ശവശരീരം കീറിമുറിച്ച് പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്നും ശവം നമ്മുടെ ശരീരം ദാനം ചെയ്തു കഴിഞ്ഞാൽ പഠനത്തിനായിട്ട് ഇപ്പോൾ യുക്തിസംഘങ്ങൾ പലരും ഇത്തരം ഇത് ബോഡി ഡൊണേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട്. കാരണം അവരിപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കണ്ണ് കൊടുത്താൽ, എൻ്റെ ഹൃദയം കൊടുത്താൽ അടുത്ത ജന്മത്തിൽ ഞാൻ അന്ധനായി ജനിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിലുണ്ട് പലരും. അപ്പോൾ ഇത്തരത്തിൽ വളരെ പുരോഗമനമായി ചിന്തിക്കുന്ന ഒത്തിരി പേര്, അവർക്ക് ഇത് മാത്രം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് നടത്തുന്നവർക്കും ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടൊരു പക്ഷേ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. കാരണം അവർ വളർന്നു വന്ന രീതികൾ, അവർ പഠിച്ചിരുന്ന രീതികൾ ഈ മതം ഇങ്ങനെയാണ്, ഇല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്, ഒരു വിശ്വാസം വേണം, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചാണ് ഇവരെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ കടത്തിവിടുന്നത്. അതിനുശേഷം അവർ സ്കോളർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രബുദ്ധരാകുന്നൊരു മേഖല, അതിൽ എത്ര മികച്ചാലും അവരുടെ ഉള്ളിൽ ഈ ഒരു സാധനം കിടക്കുന്നിടത്തോളം അതിൽ നിന്ന് മാറി ചിന്തിക്കുക കുറച്ച് പ്രയാസമായിരിക്കും അവർക്ക്. ശാസ്ത്രം പഠിച്ചതുകൊണ്ട് ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാവില്ല എന്നാണ് ബിഡാഷ സൂചിപ്പിച്ചത്. പിന്നെ എങ്ങനെ ശാസ്ത്രീയ മനോവൃത്തി വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്? അല്ലെങ്കിൽ നമ്മളുടെ പഠനത്തിൽ, സ്കൂളിങ്ങിൽ ഏത് രീതിയിലുള്ള മാറ്റം കൊണ്ടുവരണം ഒരു നല്ലൊരു ശാസ്ത്രബോധമുള്ള സമൂഹത്തെ നിർമ്മിക്കുന്നതിന്? നമ്മൾ ഫിസിക്സ് പഠിപ്പിക്കില്ലേ? ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, കെമിസ്ട്രി പഠിപ്പിക്കുന്നവർ, ബയോളജി പഠിപ്പിക്കുന്നവർ, മാത്സ് പഠിപ്പിക്കുന്നവർ, ഈ 4 അധ്യാപകർ കുറച്ച് കഷ്ടപ്പെട്ട പകുതി പ്രശ്നം തീരും. ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നവർക്ക് ലിറ്ററേച്ചറെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ അകത്ത് ദൈവങ്ങളാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോഴും അവിടെ ചോദ്യം ചെയ്യാനുള്ളൊരു മനോഭാവം ഇട്ട് കൊടുക്കുക. നമ്മുടെ ആകാശത്തെ പറ്റിയും ഭൂമിയെ പറ്റിയും പഠിക്കുമ്പോൾ അതിൻ്റെ ഘടനകൾ പൂർണ്ണമായും പഠിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ എക്സാം പേപ്പറിൽ എഴുതാൻ വേണ്ടി പഠിപ്പിക്കുന്നത് മാറ്റിയിട്ട് ശരിക്കും അത് എന്താണ്, ആറ്റം എന്ന് പറയുന്നത് എന്താണ്, മോളിക്യൂൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യം വ്യക്തമായി പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാവുന്നത്
ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ജനിക്കുന്ന കുഞ്ഞിന് തിരുവാതിര നക്ഷത്രവും അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഏതെങ്കിലും ടെക്സ്റ്റിൽ നോക്കുന്നുണ്ടോ? അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഹോളായി മാറിയിട്ട് എത്രയോ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യാൻ ഒരു അധ്യാപകരും തയ്യാറാവുന്നില്ല, അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത് തന്നെ ഇനി ബയോളജിയുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇപ്പോഴും പോയി നോർത്ത് ഇന്ത്യയിലൊക്കെ ഗോമൂത്രം കുടിക്കാൻ തയ്യാറാവുന്നത്. നമ്മുടെ ശരീരത്തിലും പശുവിൻ്റെ ശരീരത്തിലുള്ള മൂത്രത്തിൻ്റെ അളവിൽ എന്താണ് വ്യത്യാസം വരുന്നത് കണ്ടൻസിൽ? അതിൻ്റെ അകത്ത് ചിലപ്പോൾ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, എന്നാലും അതിൻ്റെ ആ ഒരു കണ്ടൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല. അതുപോലും അത് പൂർണ്ണമായും ഇവർ കഷ്ടപ്പെട്ടാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് ധൈര്യം കാണിക്കുന്നില്ല പലരും. ആയുഷി, ഇപ്പോൾ നേരത്തെ മനീഷ പറഞ്ഞ പോലെ തന്നെ ടീച്ചർമാർ മനസ്സ് വെച്ച അവർ പഠിക്കുന്ന ഇത് അവർ സത്യമാണ്, അവരത് പുറത്ത് പറയാൻ ധൈര്യം കാണിച്ചാൽ പകുതി പ്രശ്നങ്ങളും തീരും. ഇപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഹിസ്റ്ററി പഠിക്കുന്ന അധ്യാപകൻ പരിണാമത്തെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞത് ഇതൊന്നുമില്ല, ഇതാരും വിശ്വസിക്കേണ്ട, ഇതൊന്നുമല്ല സത്യം. ഒരു ടീച്ചർ അങ്ങനെ വന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർമാർക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു റോളുണ്ട്. അപ്പോൾ ടീച്ചർമാർ തന്നെ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ അത് ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാനോ ശ്രമിക്കാറ് പോലുമില്ല. അപ്പോൾ ടീച്ചർമാരുടെ ഈ നിലപാടുകൾ, അവർ പഠിക്കുന്നതിനോട് അവർ കാണിക്കുന്ന ആ സിൻസിയറിറ്റി, അവർ പഠിച്ച സബ്ജക്റ്റിനോട് അവർ കാണിക്കുന്നത്, അതൊന്നും ടീച്ചർമാർക്ക് ഇപ്പം ഇല്ല. അതും പോരാണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്ന രീതി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് 8 മാർക്കിന് ചോദിക്കും, ഇത് മാത്രം പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ നിന്ന്, അങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. പിള്ളേരുടെ കോഗ്നിറ്റീവ് ലെവലല്ല അവർ മനസ്സിലാക്കുന്നത്. എത്രത്തോളം കാണാപ്പാഠം പഠിക്കാൻ പറ്റും, എത്രത്തോളം അത് കാണാപ്പാഠം പഠിച്ച് എഴുതാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാണുന്നത്. അത് മാറ്റണം. അതിൽ നല്ല വ്യത്യാസം വന്നാൽ അതിൽ മെയിൻ ഇൻഫ്ലുവൻസ് ടീച്ചർമാർക്ക് തന്നെയാണ്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള ശ്രമവും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അങ്ങനെ ചിന്തിക്കാൻ, കുട്ടികളെ അങ്ങനെ ചിന്തിക്കാൻ പ്രലോഭിപ്പിച്ചാൽ മാത്രമേ ഈ ശാസ്ത്രം പഠിച്ചിട്ടും എന്ത് പഠിച്ചിട്ടും ഗുണമുള്ളൂ. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ആർട്ടിക്കിൾ 28 നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? പക്ഷേ അത് ചിലപ്പോൾ അഡ്വക്കേറ്റ്സിന് അറിയുമായിരിക്കും, അല്ലെങ്കിൽ PSC പഠിക്കുന്ന കുട്ടിക്ക് അറിയുമായിരിക്കും. കാരണം 10ാം ക്ലാസ് വരെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാ ദിവസവും അസംബ്ലി വിളിച്ചു കൂട്ടി പ്രാർത്ഥന ചൊല്ലാൻ നിർബന്ധിക്കുന്ന സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിപ്പിക്കാത്തത്? എല്ലാ മതസ്ഥാപനങ്ങൾ അവർ നടത്തുന്ന സ്കൂളുകളിലും ചിലപ്പോൾ ഹോളി മാസ് എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്, ചില ദിവസങ്ങളിൽ അല്ലാണ്ട് അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ദിവസമുണ്ട്, ഉത്സവങ്ങൾക്ക് അവധി കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കാത്തത്? കുട്ടികൾ പഠിച്ച് നമ്മുടെ വീടുകളിലേക്കാൾ കൂടുതൽ കുട്ടികളുള്ളത് സ്കൂളുകളിലാണ്. അവിടെയാണ് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഓപ്പണായിട്ട് അവരുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യാൻ, അധ്യാപകരുമായി ചർച്ച ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലേ ഇല്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ അടിച്ചമർത്തപ്പെടാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആദ്യം ഇത്തരം സാധ്യതകളുണ്ട്, അതിനെതിരെ എങ്ങനെ അവരെ പ്രാപ്തരാക്കണം, അവർക്കത് ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഓക്കെ, ഈ മറുപടികളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അധ്യാപകർ ആണ് പ്രധാനപ്പെട്ടൊരു തടസ്സം. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മനോവൃത്തി വളരുന്നതിന് പ്രധാനപ്പെട്ടൊരു തടസ്സം അധ്യാപകരാണ്. എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം, ഞാൻ BEd പഠിച്ചൊരു ആളാണ്. BEd ഞാൻ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ളൊരു സ്ഥാപനം BEd കോളേജായിരുന്നു. അതായത് ഏറ്റവും മതപരമായ വിശ്വാസമുള്ള, ഏറ്റവും യാഥാസ്ഥിതികമായിട്ട്, ഏറ്റവും പാട്രിയാർക്കി ആയിട്ടുള്ള സ്ഥാപനം BEd കോളേജായിരുന്നു. ഒരു തരത്തിലും കാറ്റും വെളിച്ചം കടന്നെത്താത്തൊരു സ്ഥലമാണ് BEd കോളേജുകൾ. ഞാൻ വെറുതെ പറയുന്നില്ല, കേരളത്തിൽ 191 BEd കോളേജുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്ത് ഭൂരിഭാഗവും പ്രൈവറ്റ് കോളേജുകളാണ്. സർക്കാരിന് ഒരു തലത്തിലും ഒരു ബന്ധമില്ലാത്ത പ്രൈവറ്റ് കോളേജുകൾ. ഇത് ഓരോ മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജാതി സംഘടനകൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണ്.
ഇതിലേക്ക് പുറത്തു നിന്നുള്ളൊരു ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത കോളേജുകളാണ് ഭൂരിഭാഗവും. ഞാൻ പഠിച്ചിരുന്ന കോളേജിനെ സംബന്ധിച്ച് അവർ പെൺകുട്ടികളെ നിർബന്ധിക്കുമായിരുന്നു സാരി ഉടുക്കാൻ. അതായത് അധ്യാപിക എന്ന് പറഞ്ഞാൽ സാരി ഉടുത്ത് വരണം എന്നുള്ളൊരു വാർപ്പ് മാതൃക അടിച്ചേൽപ്പിക്കാനായിട്ട് ഞങ്ങളുടെ സഹപാഠികളിൽ അധ്യാപകർ, പ്രിൻസിപ്പൽ അടക്കം ശ്രമിച്ചിട്ടുണ്ട്. വലിയ സ്വാധീനം അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. എല്ലാ ആഘോഷങ്ങളും ചടങ്ങുകൾ ക്യാമ്പസിൽ നടത്തുമായിരുന്നു. എല്ലാ ചടങ്ങിനും തിരികൊളുത്തലുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. കഴിയുമ്പോഴും മൗന പ്രാർത്ഥന. പിന്നെ അതിൻ്റെ ഇടക്ക് എണീറ്റ് നിർപ്പിച്ചിട്ട് ഇതിൻ്റെ മരിച്ചുപോയ സ്ഥാപകനെയൊക്കെ ഓർക്കാൻ വേണ്ടി ഒരു മൗനാചരണം. അത്തരത്തിൽ മതപരമായിട്ട് ഒരുപാട് നമ്മളെ പിടിച്ച് വലിക്കുന്ന രീതിയിൽ ചടങ്ങുകൾ BEd കോളേജിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യചിന്തകർക്ക് വേണ്ടി ഞാനൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകുകയാണ്. നമ്മളുടെ പ്രവർത്തനം കേരളത്തിലെ BEd കോളേജുകളിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂളുകൾ. ആ സ്കൂളുകളെ നിയന്ത്രിക്കുന്നതും അതിനെ വാർത്തെടുക്കുന്നതും ചെയ്യുന്നത് BEd കോളേജുകളാണ്. നമ്മളുടെ പ്രകാശം അല്ലെങ്കിൽ നമ്മളുടെ സന്ദേശങ്ങൾ BEd കോളേജുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. ഒരു തരത്തിലും സ്വാതന്ത്ര്യചിന്തകർക്കൊന്നും കേട്ടിട്ടും കൂടിയില്ല. ഒരു തരത്തിലും ഞങ്ങളുടെയൊക്കെ അധ്യാപകർ ഒരു തരത്തിലും ആ രീതിയിൽ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ യുക്തിവാദം എന്നുള്ള എന്തോ തീവ്രവാദം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു എക്സ്പ്രഷനൊക്കെ. യുക്തിവാദത്തിനെ പറ്റി ഞാൻ സെമിനാറിന് പോണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്തോ നക്സലൈറ്റിനെ നോക്കണ പോലെയൊക്കെയാണ് എന്നെ നോക്കിയത്. സത്യമായിട്ടും ആ രീതിയിൽ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. BEd കോളേജുകൾ കേന്ദ്രീയമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത് ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് തന്നെയാണ്. യാഥാസ്ഥിതിക രാഷ്ട്രീയം അല്ലെങ്കിൽ മതരാഷ്ട്രീയം കൂടുതലായിട്ട് നമ്മളുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാഷ്ട്രം ഭരിക്കുന്നത് മതപാർട്ടിയാണ്, നമുക്കറിയാം. ഇവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കണ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിദ്യാഭ്യാസത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ വേണ്ട. ഇപ്പോൾ പീരിയോഡിക് ടേബിൾ കട്ട് ചെയ്ത്, എവല്യൂഷൻ കട്ട് ചെയ്ത്, ചില ചരിത്ര നേതാക്കന്മാർ, മുഗൾ രാജാക്കന്മാർ, അതേപോലെ അവർ വേണ്ട അല്ല അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന നെഹ്റുവിനെ പറ്റിയുള്ള, മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലാണ് ഒരു തലമുറയെ സ്വാധീനിക്കാൻ പോകുന്നത്? ആരോമില്ല എന്ന് പറയാൻ പറ്റും? നിലവിലുള്ള സിലബസ് തന്നെ നമ്മൾ കുട്ടികളെ മര്യാദക്കല്ല എന്നത് പഠിക്കണം. ഇത് ഇപ്പം പീരിയോഡിക് ടേബിള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം അങ്ങനെയുള്ളൊരു തലമുറ വളർന്നു വരുമ്പോൾ അവർക്കാണെങ്കിൽ പഞ്ചഭൂത സിദ്ധാന്തം അവരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും. 5 അഗ്നി, വെള്ളം, ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ലോകം ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെ അത് അന്വേഷിച്ച് പോയില്ലെങ്കിൽ അത് വിശ്വസിക്കണ ആൾക്കാരുണ്ടാവും. അതാണൊരു വിഷയം. എവല്യൂഷൻ ഇല്ലാന്ന് അല്ലെങ്കിൽ എവല്യൂഷൻ പഠിക്കാത്തൊരു കൊച്ചി +1 +2 ഒക്കെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് കാണുന്ന രീതിയിൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വലിയ അത്ഭുതമായിട്ട് തന്നെ നിലനിൽക്കും. ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവർ ആ ദൈവവിശ്വാസവും നിങ്ങളെ കളിമണ്ണ് ഒഴിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിശ്വസിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം സ്വന്തമായിട്ട് പഠിക്കാനും സ്വന്തമായിട്ട് കണ്ടെത്താനുള്ള ആ ഒരു ആഗ്രഹമുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ബഹുഭൂരിപക്ഷ ആൾക്കാരും അവർക്ക് പറയുന്ന ആൾക്കാരായിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറി വരും. അത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആർക്കാണ്? പറഞ്ഞത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഒരല്പം എടുത്താൽ പൊങ്ങാത്ത സിലബസാണ് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ണു മാറ്റാനുള്ള നേരമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അവർ എക്സ്ട്രാ പഠിക്കുമെന്നും ശാസ്ത്രബോധം വളർത്തുമെന്നും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാരണം അവർക്ക് സ്കൂളുകളുടെ കൂടെ ട്യൂഷൻ ക്ലാസ്സിലും പോയി ഹോംവർക്ക്സും ചെയ്ത് കൂട്ടത്തിൽ മോക്ക് ടെസ്റ്റുകൾക്ക് പഠിച്ച് ഇങ്ങനെയെല്ലാം പഠനം എന്നൊരവസ്ഥയിലേക്ക് മാത്രം കുട്ടികൾ ചുരുങ്ങുന്നൊരു കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എളുപ്പമായി. കാരണം പീരിയോഡിക് ടേബിൾ പഠിക്കണ്ട,
എന്താണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നമുക്ക് പണ്ട് ഓർഡറിൽ പഠിച്ച് കേൾപ്പിക്കണമായിരുന്നു. ടീച്ചർമാർ ആ തൊല്ലയും കൊണ്ട് വരത്തില്ല, ഇമ്പോസിഷൻ എഴുതണ്ട. പക്ഷേ പുറമേ നോക്കുമ്പോഴത്തേന് കുട്ടികൾക്ക് പറഞ്ഞ പോലെ മുന്നോട്ട് പഠിക്കണമെങ്കിൽ ഇത് ഇല്ലാതെ പറ്റില്ല. എന്താണ് ഹൈഡ്രജനും ഓക്സിജനും ഫ്യൂസ് ചെയ്താലാണ് വാട്ടർ ഉണ്ടാവുന്നത്. അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ പുറത്തോട്ടുള്ള എല്ലാ രാജ്യത്തിലും ഉള്ളവർക്ക് അറിയാവുന്നതിൻ്റെ 4-1 പോലും ഇതിനകത്ത് വിശദമായി പഠിക്കുന്നൊരു കുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ സ്കൂളുകളിൽ അറിയില്ല. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പഞ്ചഭൂത സിദ്ധാന്തം, അത്തരത്തിൽ വായു, അഗ്നി ഇതെല്ലാം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവമാണ് ഇങ്ങനെ കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത്, തീ കൊണ്ട് പിശാചിനെ സൃഷ്ടിച്ചത്, അങ്ങനെ ഇങ്ങനെ ഓരോരോ 100 കാര്യങ്ങൾ പറഞ്ഞു കിട്ടുമ്പോഴത്തേന് പഠിക്കാനും അതങ്ങോട്ട് സ്വീകരിക്കാൻ എളുപ്പമായി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഈ പറഞ്ഞ പോലെ മതസ്ഥാപനങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നരകം കിട്ടും. അല്ലെങ്കിൽ നേരത്തെ സാറുടെ ക്ലാസ് ഒരു സെമിനാർ എടുത്തപ്പോൾ പറഞ്ഞത്, അതായത് ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഒരു ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല, പ്രസൻറ്റ് സിറ്റുവേഷനെ പറ്റി ധാരണയില്ല. നിലവിൽ ഇപ്പോഴും പിശാചിനെ കണ്ടു എന്ന് പറയുന്ന കുട്ടീനെ ജോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോകാനോ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകാനോ പാരൻസ് മടിക്കുന്നില്ല. പക്ഷേ എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാനോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനോ ഇപ്പോഴും അതൊരു വലിയ ടാബുവാണ്. എൻ്റെ കുഞ്ഞിന് പ്രാന്താണെന്ന് ഞാൻ സമ്മതിക്കില്ല. പക്ഷെ അത് എവിടെയോ എന്തോ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കയറിപ്പോയ ഒരു തെറ്റായ ധാരണയെ മാറ്റുക എന്നുള്ളതിനപ്പുറം ഇപ്പോഴും അത് എന്തോ പ്രശ്നമുള്ളൊരു കാര്യമാണ്. അതായത് എന്ത് വന്നാലും ഞാൻ ഭ്രാന്താശുപത്രി കൊണ്ടുപോയില്ല, ഭ്രാന്ത് എന്നുള്ളതായിട്ട് തന്നെ കാണുകയാണ് അതിനെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു കേസ് വന്നു, മുരാരി എന്ന് പറയുന്നൊരു ആളുടെ കേസ് വന്നത് കണ്ടായിരുന്നു, പോക്സോ കേസായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടുപോയ അച്ഛനെ അമ്മേനെ വേണം ആദ്യം ശിക്ഷിക്കാനായിട്ട്. കാരണം 18 വയസ്സ് പോലും ആത്തൊരു കുഞ്ഞിനെ ഇത്തരത്തിലുള്ള ഒരാളുടെ അടുത്തേക്ക് എന്ത് വിശ്വസിച്ചാണ്, അതായത് എല്ലാ ദിവസവും ഒരു വാർത്ത എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നിട്ടും ഇവരങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം വരുമ്പോഴത്തേന് എന്ത് വന്നു കഴിഞ്ഞാലും കുട്ടികളെ മാത്രം കുറ്റം പറയാലോ അല്ലെങ്കിൽ അവർ പഠിക്കുന്നില്ല, എക്സ്ട്രാ കാര്യങ്ങൾ അറിയുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കൂട്ടിച്ചേർക്കാൻ നമ്മളുടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സമൂഹം നമുക്കറിയാം, മതവിശ്വാസവും മതേതര വിശ്വാസവും ഒരുപാടുള്ള ഒരു സമൂഹമാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ദൈവം തുടങ്ങിയുള്ള അന്ധവിശ്വാസങ്ങളും നമ്മളുടെ സമൂഹത്തെ വളരെ സ്വാധീനിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് ആ ബില്ലിനെ പറ്റി ഉള്ള അഭിപ്രായം? അങ്ങനെ ഒരു ബില്ല് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു നിയമമായിട്ടത് വന്നതുകൊണ്ട് എന്ത് മാറ്റം വരും എന്നതിനപ്പുറം അങ്ങനെ ഒരു നിയമമുണ്ട് എന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറേ അധികം കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമൽ സോഷ്യൽ കൺട്രോളാണ്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ആൾക്കാർ കുറച്ചും കൂടെ കോൺഷ്യസ് ആവും. അതുമല്ല, ഇങ്ങനൊരു ഇത് വന്നാൽ കൂടെ നമ്മുടെ നാട്ടിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും. വരുന്നത് നല്ലതാണ്, പക്ഷെ അതിന് സമൂഹവും പോലീസും എല്ലാവരും അതിനൊരു ഓപ്പണായി ഇതായി വെച്ചിരിക്കണം. അപ്പോൾ ഇത് വന്നാൽ നല്ല ഗുണം തന്നെയാണ്, പക്ഷെ അതിന് നമ്മുടെ സമൂഹവും എല്ലാവരും കൂടെ വർക്ക് ചെയ്യണം. എല്ലാവർക്കും ഇതേ തിരിച്ചറിവുണ്ടായാലേ അതിന് ഗുണമുള്ളൂ. ഒരു നിയമം ഇല്ലാതിരുന്ന് അതിൻ്റെ പേരിൽ അത് ചൂഷണം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഒരു നിയമമുണ്ട് എന്നുള്ളൊരു ഭയം എല്ലാവരിലേക്കും വരുന്നത്. നമ്മുടെ ചരിത്രം എടുത്ത് നോക്കാൻ നേരത്ത് ഒരു 1872 നിയമമല്ല ഇന്ന് നമുക്കുള്ളത്. അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തത്. അന്ന് ഇൻ ക്യാമറ പ്രൊസീഡിങ്സോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീയെ പീഡിപ്പിച്ച അവരുടെ മുഖം പുറത്ത് കൊടുക്കാൻ പാടില്ല, ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നോ പേര് പറയാൻ പാടില്ല എന്ന നിയമം അന്നില്ല. പക്ഷേ ഇന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൻ്റെ അനിവാര്യം അനുസരിച്ച് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറയുന്നത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു അമ്പലത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ചൂഷണം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത്തരമൊരു നിയമം ഉള്ളത് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആണ്.
അന്ധവിശ്വാസം, ഇപ്പം ദൈവം, ജ്യോതിഷം പോലെയുള്ള അന്ധവിശ്വാസങ്ങളെ തൊടാൻ പറ്റാത്തൊരു നിയമം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ ഈ നരബലി പോലത്തെ കാര്യങ്ങളുടെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കും ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. നരബലി അല്ലെങ്കിലും ഒരു ക്രൈമാണല്ലോ അത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ, കഴിഞ്ഞ ദിവസമല്ല, ഒരു 2 ദിവസം മുമ്പ് ഒരു 20 വയസ്സായിട്ട് മകന് ജോലി കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ജോത്സ്യൻ്റെ അടുത്ത്, ജോത്സ്യനല്ല ഇതുപോലെ ആരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി. 2 പേരും എന്തോ പുഴയിൽ മുങ്ങി നിറഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് മുങ്ങിക്കഴിഞ്ഞിട്ട് പക്ഷേ 2 പേരും മരിച്ചുപോയി. ഈ സ്വാമി മരിച്ചുപോയി, കൊച്ചു മരിച്ചുപോയി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താണ്, ഇങ്ങനത്തെ ഒരു നിയമമൊക്കെ ഉണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് കുറച്ചുകൂടി കോൺഷ്യസ് ആവും തോന്നും. പക്ഷേ ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലൊരു ബോർഡർ കണ്ടുപിടിക്കുക എന്ന് പറയണത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് അന്ധമായിട്ട് അല്ലാതെ വിശ്വസിക്കാൻ പറ്റില്ല. ഉള്ള കാര്യത്തിന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ പോരെ. അപ്പം അവിടെ ശരിക്കും യുക്തിപരമായിട്ട് ചിന്തിക്കാനാണെങ്കിൽ ഇല്ലോജിക്കലാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറയുന്നത്. ചോദ്യങ്ങളുടെ സമയം കഴിയുകയാണ്. ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പാനലിസ്റ്റുകളോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പഴയ അധ്യാപന രീതിയാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു, അതിനോടുള്ള വിയോജിപ്പാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലല്ല പറഞ്ഞത്, അത് പറഞ്ഞ സമയത്ത് അത് മാറിപ്പോയതാണ്. ഓക്കെ. അധ്യാപന രീതി പണ്ടും ഇപ്പോഴും പിന്തുടരുന്നത് സമാനമായ രീതിയാണ്. ബോധനശാസ്ത്രപരമായിട്ട് നമ്മുടെ കേരള സമൂഹം കൺസ്ട്രക്റ്റിവിസം എന്നുള്ള പുതിയ സമീപനത്തിലോട്ട് മാറിയിട്ടുണ്ടെങ്കിലും അധ്യാപകർ ഭൂരിഭാഗവും പഴയ ലെക്ചറിങ് രീതി അല്ലെങ്കിൽ കുറേ അറിവുകൾ വിദ്യാർത്ഥികളിലേക്ക് വരുന്ന വിളമ്പുന്ന രീതിയാണ് പിന്തുടരുന്നത് ഇപ്പോഴും. ഇത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാത്ത രീതിയാണ്, അതിനെ സഹായിക്കാത്ത രീതിയാണ്. അതിനുവേണ്ടി മറ്റൊരു സമീപനമാണ് ആവശ്യം. അതായത് ഇപ്പോൾ നേരത്തെ ബോർഡ് ഉപയോഗിച്ചാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഇപ്പം സ്ക്രീനിൽ PPTയുടെ ക്ലാസ് എടുക്കുന്നു. അതേ ആ വ്യത്യാസം വന്നിട്ടുള്ളൂ. അധ്യാപകർ കൊടുക്കുന്ന പോയിന്റുകളിലോ അല്ലെങ്കിൽ പറയുന്ന സാധ്യതകളിലോ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ പണ്ടത്തെ സിസ്റ്റത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്, കുറച്ചുകൂടെ കൂടുതലാണ് സിലബസ്, പക്ഷേ അത് പൂർണ്ണമായും പഠിപ്പിക്കുന്നില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു സാരാംശമായിട്ട് എനിക്ക് മനസ്സിലായത്. അന്ധവിശ്വാസത്തിൽ ദൈവവിശ്വാസവും ഉൾപ്പെടുത്താൻ നിങ്ങൾ എത്ര പേർ തയ്യാറാണ്? ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മളിവിടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വന്നാലും അതിൽ ഒരു കാലത്തും ദൈവവിശ്വാസം ഉൾപ്പെടുത്താൻ അവർ തയ്യാറാവുന്നില്ല. അതായത് ഉദ്ദേശിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നാണോ? എന്തിലും വിശ്വസിക്കുന്ന, വെറുതെ വിശ്വസിക്കുന്നത് അതൊക്കെ വ്യക്തിപരമല്ലേ? തികച്ചും വ്യക്തിപരമാണല്ലോ വിശ്വാസം എന്നുള്ളത്, തികച്ചും വ്യക്തിപരമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിലാണെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ സ്പർശിച്ച്, അത്യാവശ്യം മേഖലകൾ സ്പർശിച്ച് കടന്നു പോകാൻ നമ്മുടെ ചർച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിൽ താഴെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിലും കുറച്ച് സന്ദേശങ്ങളാണ്, ചോദ്യമല്ല. ഓക്കെ. മതം എന്ന ഒരു മാനസിക അടിമത്തത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നാണ് ചോദിച്ചേക്കുന്നത്. പാനലിസ്റ്റുകൾക്ക് ഉള്ള മറുപടി ആരെങ്കിലും ഒരാൾ ചർച്ച ചെയ്തത്. അത് പറഞ്ഞതുപോലെയാണ് നേരത്തെ. അതായത് ഒരു കണ്ടീഷനിങ്ങിൽ നിന്ന് ഇവർക്ക് പുറത്തു വരാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുക്തി നേടാൻ പറ്റും. പക്ഷേ അതിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രയാസമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മളെപ്പോലുള്ളൊരു വിഭാഗത്തിലുള്ള ആളുകൾക്കെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അല്ലെങ്കിൽ അതിനെ വേറിട്ട് ചിന്തിക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ ഒരു വിശ്വാസ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇല്ലെങ്കിൽ അത്തരം ആചാരങ്ങൾ മാമൂലുകളൊക്കെ സൂക്ഷിച്ചു പോരുന്നൊരു കുടുംബത്തിൽ നിന്നുകൊണ്ട് വേറിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് കുറച്ചുകൂടെ അത് കുറേ കൂടെ പറഞ്ഞതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വരുന്നവരുണ്ട്. അതായത് ഞങ്ങളുടെ തലമുറയെക്കാളും മുൻ തലമുറ അതെല്ലാം നേരിട്ട് വന്നിട്ടാണ് ഇതുപോലെ സംഘടനകൾ പലതും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനെ കൊണ്ട് ഉറപ്പായിട്ടും മുക്തി നേടാൻ പറ്റും. പിന്നെ അതല്ല, എന്തുകൊണ്ട് ഇപ്പോഴും തുടർന്ന് പോരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം ഇതാണ്. അതായത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ മേലെ പഴി ചൊല്ലുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി ആയതുകൊണ്ടാണ് എനിക്ക് അപകടം പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയത്, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടാത്തതെന്ന് പറയുക. അതാണ് കുറച്ചുകൂടി എളുപ്പം. അതായത് എൻ്റെ പരിശ്രമമില്ലായ്മ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകേടാണെന്നോ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുക്തി നേടാൻ പറ്റും. ഈ തലമുറ മതവിശ്വാസത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, മതവിശ്വാസത്തെ പറ്റിയുള്ള ഈ തലമുറയുടെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ സെഷനിൽ നമ്മൾ
അന്വേഷിക്കാൻ ശ്രമിച്ചത് വിദ്യാഭ്യാസം, വിവരസാങ്കേതിക വിദ്യ തുടങ്ങിയ പുതിയ സങ്കേതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു ചർച്ച പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു. ചർച്ചയിൽ സ്നേഹപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും, പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും, സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇവരെ ആദരിക്കുന്നതിനായിട്ട് മനീഷ PM മെമൻറ്റോ നൽകുന്നതിനായി അനൂജ BA ക്ഷണിക്കുന്നു. ഇവരെല്ലാവരും യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ മെമ്പർമാരാണ്. മിഡാഷ PM റസൽ ശാസ്ത്രിയെ ക്ഷണിക്കുന്നു. ആരോമലിന് മെമൻറ്റോ നൽകാൻ അപർണ അശോകനെ ക്ഷണിക്കുന്നു. ഈ ചർച്ചയെ ആരോഗ്യകരമായി നയിച്ച മോഡറേറ്റർ നവീന് മെമൻറ്റോ നൽകുവാൻ അക്ഷയ് M ക്ഷണിക്കുന്നു. ആയുഷിക്ക് മെമൻറ്റോ നൽകാൻ സോന G യെ ക്ഷണിക്കുന്നു.